ചിക്കൻ ബനാന. ചൂടാറട്ടടി എന്നാ മയണൈസ് അധികം തേക്കോ? ഒരു സെക്കൻഡ്, അതിന് മുന്നേ പ്ലാസ്റ്റിക് എല്ലാരും വന്ന് ഉരുളക്കിഴങ്ങ് കുഴിഞ്ഞത് കഴിച്ചിട്ട് വീണ്. മനസ്സിലായി. ലച്ചിന് കൊറേ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ലച്ചിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചെല്ല് അച്ഛനെ കാണിച്ചു. അറിയില്ല കേട്ടോ, ഇതിപ്പോ എന്താന്നുള്ളത് എനിക്കറിയില്ല. കാണാനും കൂടി ഇല്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ എന്റെ അനിയത്തിന്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. അപ്പൊ അതേ അനിയത്തിന്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി ദോശയും സാമ്പാറൊക്കെയാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അവള് വർക്ക് ഫ്രം ഹോം ആണ് എടുക്കുന്നത്. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൾക്കും പോകേണ്ടി വരും. അങ്ങനെ തിരുവനന്തപുരത്താണ് കേട്ടോ. അവര് ജോലി ആയതുകൊണ്ടാണ് അവരിവിടെ താമസിക്കുന്നത്. അപ്പൊ ദേ നമ്മള് ഉച്ചക്ക് അവള് വർക്കിന് കയറി. അപ്പൊ നാടൻ കോഴി വാങ്ങിയിട്ടുണ്ടായി, പിന്നെ അവള് ബീൻസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷനാണ്. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നാടൻ കോഴി ഒന്ന് കുക്കറിലൊക്കെ ഇട്ട് ചീറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് ഓൺലൈൻ വഴിയാണ് കേട്ടോ ഇവർ ഈ നാടൻ കോഴി വരുത്തിച്ചത്. അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ മുറിച്ചില്ല. അപ്പോൾ കുറച്ചെടുത്ത് വറുക്കാനും വെച്ചിട്ടുണ്ട്. കാണാനും കൂടി ഇല്ല. വറുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തല കാണാനില്ല. അറിയില്ല എന്താവും എങ്ങനെയാവും എന്നുള്ളത്. നമ്മള് ഇപ്പൊ വറക്കാനില്ല, കുക്കറിലാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. ചിക്കൻ ബനാന. അല്ല നിന്നിട്ട് ഞാൻ വീട്ടിൽ പോയി നിൽക്കാറില്ലേ. അല്ല ചെയ്തിട്ടിങ്ങനെ വീട്ടിൽ കഴിക്കണേ. ജ്യൂസ് കുടിച്ചു. ഇതെന്ത് മിഠായിയാ? അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് സവാളയൊക്കെ നല്ല തിന്നായിട്ട് എനിക്ക് അരിഞ്ഞു തന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള അരിഞ്ഞേരൽ ചെയ്തുകൊണ്ട് ഒരു ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ. നല്ല നൈസായിട്ട് ചെയ്തിട്ടും ചെയ്തു തരും കേട്ടോ. പിന്നെ ഞാൻ പറയാതെ തന്നെയാണ് കേട്ടോ വന്ന് എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അങ്ങനെ കോഴിക്കറി, നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നീ ഇവരൊക്കെ കഴിച്ചു വെക്കുക അഭിപ്രായം എന്താണ്? അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തോട്ടം പറഞ്ഞു ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കറി പോന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദോശയും സാമ്പാറും നമ്മുടെ കോഴിക്കറിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ കോഴിയും നാടൻ കോഴിയും തമ്മിൽ നല്ല രുചി വ്യത്യാസം ഉണ്ടായി. അതുപോലെ തന്നെ പ്രൈസിനും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോഴീനേക്കാളും ഡബിൾ ചാർജാണ് കേട്ടോ നാടൻ കോഴിക്ക്. അപ്പോൾ ലച്ചു ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും എന്നാൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അവളും വേഗം ബ്രേക്ക് എടുത്ത് വന്നിട്ടുണ്ടായി ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ടൊന്നൊരു ലഞ്ചാണ്. ചോറ്, കോഴിക്കറി, ബീൻസ്, പപ്പടം ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചത്. ചോക്ലേറ്റ് പകുതി എന്താ ഉണ്ടാക്കണേ? ചോക്ലേറ്റ് പകുതി സിങ്കിപ്പോയി. എങ്ങനെ? ഉണ്ടാക്കിട്ടാ നിനക്ക് ചായ ഉണ്ടാക്കട്ടെ എന്നാ? ഞാൻ ഉണ്ടാക്കണ്ട്. ആണാ കുഞ്ഞമ്മയുടെ വർക്കിന്റെ ഇടയിൽ വന്ന് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആറ്റണേണ ഹോട്ട് ചോക്ലേറ്റ് കോൾഡ് ചോക്ലേറ്റ് ആ അങ്ങനെ
പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിന്ന് പറഞ്ഞില്ലേ ലച്ചു, അങ്ങനെ മഴയൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്താ പറയാ ചായ കുടിക്കാനും സമയമായിട്ടുണ്ട്. ഹോട്ട് ചോക്ലേറ്റിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കാണിക്കാഞ്ഞത്. അങ്ങനെ ദേ അനിയത്തി ഫുൾ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതാണ് ഇന്ന് ലച്ചുവിന്റെ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കണത്. പിന്നെ അല്ലാതെ കുറെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുഞ്ഞുമ്മ ഡാൻസ് എല്ലാം കഴിക്കടോ ഫുൾ ഫ്രൈ എന്ത് പിന്നെ ദേ എല്ലാരും കൂടി ഇരുന്ന് കുറെ വർത്താനമൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായി അവിടെ ചെന്നപ്പോഴത്തേക്കും. അതൊക്കെ കഴിഞ്ഞ് ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു ഞങ്ങള്. I can laugh. Alexa, don't die. കരണ്ട് പോയതാണ് കേട്ടാ, ആരും പേടിക്കണ്ട. Alexa, please laugh. Of course I can laugh. Ha ha kiki kuku keke koko ha 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 ha. ചൂടാറട്ടടി എന്നാ ഒരു മേത്ത് പൊട്ടിത്തെറിക്കരുത്. ഇതിങ്ങനെ പുള്ളപ്പിയാണ്. അപ്പൊ ഇത് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് അവരത് പുള്ളപ്പെന്ന് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പുള്ളപ്പ് വേണ്ട. നമുക്ക് ഇങ്ങനെ ചെയ്താൽ ആദ്യത്തെ ഞാൻ കഴിച്ചോട്ടെ. മുഖം ചെയ്തെടുത്തിട്ടാ. അടിപൊളിട്ടാ. ഓ മൈനൈസിന്റെ വലിയ ഫാനാണ്. ഇത് എന്താണ് ഇതിന്റെ പേര്? വേറെ 1000 ഐലൻഡ്സ് ഡ്രസ്സിംഗ് ആണ്. സാൻഡ്വിച്ച് സ്പ്രെഡാ. പക്ഷെ മൈനൈസാണ് കൂടുതൽ ടേസ്റ്റ്. ആക്ച്വലി നമ്മള് എന്താ മൈനൈസ് അധികം തേക്കോ? ഒരു സെക്കൻഡ് അതിന് മുന്നേ കുഞ്ഞിന്റെ പ്ലാസ്റ്റിക് ആണ്. ഓ നമ്മുടെ ഇതില് ഇപ്പൊ റെഡ് ലൈറ്റ് ഗ്രീൻ ആവുമ്പോ അത് വെക്കാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യണം. ഇതിന്റെ പുറകിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അതിൽ നമ്മള് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നുണ്ട്. കണ്ടിട്ടല്ലേ വെച്ചാൽ കഴിക്കാൻ തോന്നിട്ട് ഇനി നമ്മള് നേരത്തെ പറഞ്ഞ പോലെ മൈനൈസ് ഇതിലേക്ക് ചേർത്ത് ഇത് വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ഇതില്ലേ ഡ്രസ്സിങ്, അത് ഞാൻ തന്നെ ചെയ്ത് നോക്കിയതാ. ഈ ഡ്രസ്സിങ് ഒരു ബൗൾ, കുഞ്ഞു ബൗളിൽ എടുത്തിട്ട് ഒരു മുട്ട പുഴുങ്ങുക. എന്നിട്ട് ആ മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഡ്രസ്സിങ്ങിലൂടെ ഇടും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു പേസ്റ്റ് പോലെ വേണം. വേറെ ഒന്നും വെക്കേണ്ട, വെജിറ്റബിൾസ് ഒന്നും വേണ്ട. അത് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ആ, ഉണ്ണിക്കുട്ടിന് ഇഷ്ടം. പക്ഷെ ഇതാണ് എനിക്ക്, പക്ഷെ അതും ഇഷ്ടമാണ്. അതൊരു വെറൈറ്റിയാണ്. ചീസിന്റെ സ്ലൈസ് കിട്ടും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചീസിന്റെ സ്ലൈസ് ഞാൻ ഇതില് നമ്മള് തക്കാളി വെച്ച് കൊടുക്കും. അമ്മ ഒഴിച്ചോറിയോ? ഇതിപ്പോ അവള് പറയണ്ടല്ലോ. ഇനി ഇതിന്റെ മേലെ ഒരു ചീസ് വെച്ച് കൊടുക്കും. ആരാ വെച്ച് കൊടുക്കാൻ പോണത്? ആക്ച്വലി നമ്മൾ മൊസറല്ല ചീസ് വെക്കാനേ ഇരുന്നത്. മൊസറല്ല ചീസ് ചീത്തയില്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഒരു പൊട്ടറ്റോ, ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചാണ് പൊട്ടറ്റോ. നമുക്ക് വേഗം വെച്ച് കൊടുക്കാം. ഒരുപാട് ഹീറ്റ് ആക്കണ്ട. ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ വെക്കുക. ഇതിന്റെ മേലെ നമ്മള് ബട്ടർ വെച്ച് കൊടുക്കണം. മേളിലും തേക്കണോ? ഗ്രില്ല് ചെയ്യണല്ലേ 2 സൈഡും. ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. ഞാൻ അടച്ചേക്കുന്നു. എത്ര നേരം വെക്കണം? മിന്നല് എത്ര നേരം വെക്കണം? ഇനി അതില് റെഡ് മാറിയിട്ട് ഗ്രീൻ അല്ല ഓഫ് ആവും.
ഓക്കെ, അപ്പൊ സാൻഡ്വിച്ച് റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്കിത് പെട്ടെന്ന് കഴിച്ചിട്ടൊക്കെ പോവാലോ വേണേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. ഇത് ഈ പറഞ്ഞ പോലെ ഈ പ്രപ്പിന് ഇത്തിരി സമയം എടുക്കില്ല. ബട്ടർ കുറച്ച് ബാക്കിയുണ്ട്. അത് എല്ലാരും വന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കഴിച്ചിട്ട് പോവാണ്. ചീനു ഉണ്ണിക്കുട്ടനും കഴിക്കുന്നുണ്ട്. എല്ലാരും കഴിച്ചിട്ട് പോവാ. ഇഷ്ടാണല്ലേ? നല്ല ചൂടുണ്ടാവും ട്ടോ. ലക്ഷ്യന് തേക്കുമ്പോഴെന്നെ കൊതി വന്നിട്ട് പറ്റണില്ല. മനസ്സിലായോ? ചട്ടകം എന്തേലും ഒരു സാധനം അടുത്തരാ ഒന്ന് ഇത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട്. ആക്ച്വലി ഒരു ഇതുകൊണ്ട് വേണ്ടിട്ട് എടുക്കാൻ. നമ്മുടെ കയ്യിലെല്ലാം കഴുകാൻ ഇട്ടേക്കണ. ഒരുപാട് പണിയായിരുന്നു അല്ല അടുക്കളയിൽ. ഇതാണ് ഇന്നത്തെ സാൻഡ്വിച്ച്. ഒന്ന് നിന്നേ കുഞ്ഞുങ്ങളെടുത്ത്. ലച്ചിന് കൊറേ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ലച്ചിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചെല്ല്, അച്ഛനെ കാണിച്ചു പറഞ്ഞില്ലേ. വേഗം ഇവിടെ ഗ്രില്ലുണ്ട്. ആ പല ഉണ്ണിക്കുട്ടിന്റെ ഫേവറേറ്റ് ആണെന്ന് പറയും. ചൂടാക്കടി എന്നിട്ട് കഴിക്കും. ചീസൊക്കെ അല്ലേ. മുമ്പ് അയ്യ കഴിച്ചാ മതി. ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.